നമസ്കാരം സുഹൃത്തുക്കളെ, PSC ഇന്ന് നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷൻ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച GK ചോദ്യങ്ങളും IT ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി അവരുടെ സബ്ജക്റ്റിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ മാത്സ് ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് GK ആൻഡ് IT ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ്. എൻ്റെ പേര് അശ്വതി. ഇംഗ്ലീഷ് ആയിരുന്നു മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് എന്തായാലും മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് നോമിനേറ്റഡ് ട്വൈസ് ടു ദ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ദളിത് ഇൻ 1921 ആൻഡ് 1931? 1921 1931 ദളിതരുടെ പ്രതിനിധിയായി ശ്രീമൂലം പ്രജാസഭയിലേക്ക്, ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലേക്ക് 2 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെയാണ്? ഉത്തരം കുമാര ഗുരുദേവനാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അടുത്ത ചോദ്യം, നെയിം ദ ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ബൈ ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ പേര്. രാജ്യസമാചാരവും പശ്ചിമോദയവും ആണ്. രാജ്യസമാചാരവും പശ്ചിമോദയവും ആണ്. 1847 ഈ 2 പത്രങ്ങളും ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സെഷൻ ഓഫ് ദ കോൺഗ്രസ് ഓഫ് 1923 TK മാധവൻ മൂഡ് എ റെസല്യൂഷൻ ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ കേരള? 1923 കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് TK മാധവൻ കേരളത്തിലെ തൊട്ടുകൂടായ്മ ഉന്മൂലനം ചെയ്യണം ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. കാക്കിനാഡ സമ്മേളനം. 1923 കാക്കിനാഡ സമ്മേളനം. ബി. ദ വർക്ക് പിങ്കള ഈസ് റിട്ടൺ ബൈ. പിങ്കള എന്ന കൃതി എഴുതിയത് ആരാണ്? ഇതും സ്ഥിരം പഠിക്കുന്ന ചോദ്യമാണ്. ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഉള്ളൂർ S പരമേശ്വര അയ്യരുടെ കൃതിയാണ് പിങ്കള. അടുത്ത ചോദ്യം, KV ഉണ്ണി വാസ് അസോസിയേറ്റഡ് വിത്ത്. KV ഉണ്ണി കുട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു KV ഉണ്ണി. അടുത്ത ചോദ്യം, ദ പ്രോജക്ട് നെയിംഡ് കോസ്മോസ് മലബാറിക്കസ് വാസ് സൈൻഡ് ബിറ്റ്വീൻ കേരള ആൻഡ്. കോസ്മോസ് മലബാറിക്കസ് എന്ന പേരിലുള്ള പദ്ധതി ആരൊക്കെ തമ്മിലാണ്? കേരളവും ആരും തമ്മിലാണ് ഒപ്പിട്ടത്? നെതർലാൻഡ് ആണ്. നെതർലാൻഡ്. അടുത്ത ചോദ്യം, സിറ്റിസൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ക്യാമ്പയിൻ എയിംഡ് അറ്റ് എഡ്യൂക്കേറ്റിംഗ് എവരിവൺ എബോവ് ദ ഏജ് ഓഫ് 10 years about the basic principles of the constitution was launched at. കൊല്ലത്താണേ. കൊല്ലം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് 10 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പയിൻ ആരംഭിച്ചത് എവിടെയാണ്? കൊല്ലത്താണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ സൂപ്രണ്ട് ഓഫ് കാലിക്കറ്റ് ലൂനാറ്റിക് അസൈലം വാസ്. അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. കോഴിക്കോട് ഭ്രാന്താലയത്തിലെ ലുനാറ്റിക് അസൈലത്തിലെ ആദ്യ ഇന്ത്യൻ സൂപ്രണ്ട് ആയിരുന്നത് അയ്യത്താൻ ഗോപാലനാണ്. അടുത്ത ചോദ്യം, ദ ജേർണൽ കോൾഡ് പരോപകാരി വാസ് പബ്ലിഷ്ഡ് ബൈ. പരോപകാരി എന്ന ജേർണൽ പ്രസിദ്ധീകരിച്ചത് ആര്? മക്തി തങ്ങളാണ്. മക്തി തങ്ങൾ. അടുത്ത ചോദ്യം, അണ്ടർ ഹൂസ് ഇൻസ്ട്രക്ഷൻ ദ ട്രാവൻകൂർ ഗവൺമെന്റ് ഇഷ്യൂഡ് ഓർഡേഴ്സ് പെർമിറ്റിംഗ് ദ ചാനാർ വിമൻ ടു വിയർ ജാക്കറ്റ് ആൻഡ് പിന്നഫോർ മെയ്ഡ് ഓഫ് റോ കോട്ടൺ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ സർക്കാർ ചാനാർ സ്ത്രീകൾക്ക് അസംസ്കൃത പരുത്തി കൊണ്ടുള്ള ജാക്കറ്റും പിന്നഫോറും ധരിക്കാനുള്ള അനുമതി നൽകിയത്? ചാൾസ് ട്രെവേലിയൻ ആണ്. ചാൾസ് ട്രെവേലിയൻ. അപ്പോൾ ഇത്രയായിരുന്നു GK ചോദ്യങ്ങൾ. ബാക്കി IT ആൻഡ് സൈബർ ലോ ആണേ. നോക്കാം. ഫൈൻഡ് ഔട്ട് ദ മെമ്മറി വിച്ച് പൊസസസ് ഓൾ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഇനി പറയുന്ന എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന മെമ്മറി ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തെ സവിശേഷത, എ സ്മോൾ ഹൈ സ്പീഡ് ബഫർ മെമ്മറി ടു ഹോൾഡ് ഇൻസ്ട്രക്ഷൻസ് ടെമ്പററിലി ഡ്യൂറിംഗ് പ്രോസസ്സിംഗ്. നിർദ്ദേശങ്ങൾ താൽക്കാലികമായി നിലനിർത്താൻ, അതായത് പ്രോസസ്സിങ്ങിന്റെ സമയത്ത് നിർദ്ദേശങ്ങൾ താൽക്കാലികമായി നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഹൈ സ്പീഡ് ബഫർ മെമ്മറി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, റെഡ്യൂസ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് ദ CPU. CPUവിന്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ where frequently accessed data can be stored for rapid access.
അതായത് റാപ്പിഡ് ആക്സസിന് വേണ്ടിയിട്ട് പതിവായി ആക്സസ് ചെയ്യപ്പെടുന്ന ഡേറ്റ സംഭരിക്കാൻ കഴിയുന്ന ഒരു താൽക്കാലിക സംഭരണ മേഖല. നാലാമത്തെ പ്രസ്താവന ട്രാൻസ്പെറന്റ് ഓർ ഇൻവിസിബിൾ ടു ദ പ്രോസസർ. പ്രോസസറിന് ട്രാൻസ്പെറന്റോ അല്ലെങ്കിൽ അദൃശ്യമോ ആയിട്ടുള്ള മെമ്മറിയാണ്. ഏതാണ് ഈ മെമ്മറി? ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് നോൺ ഇമ്പാക്ട് പ്രിന്റർ. നോൺ ഇമ്പാക്ട് പ്രിന്ററിനെ സംബന്ധിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. എ ആണ് ഉത്തരം. ദേ യൂസ് തെർമൽ, ഇലക്ട്രോസ്റ്റാറ്റിക്, കെമിക്കൽ ഓർ ഇങ്ക്ജെറ്റ് ടെക്നോളജി ടു പ്രൊഡ്യൂസ് പ്രിന്റഡ് ഔട്ട്പുട്ട്. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് പ്രിന്റഡ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ നോൺ ഇമ്പാക്ട് പ്രിന്റർ തെർമൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്, കെമിക്കൽ അല്ലെങ്കിൽ ഇങ്ക്ജെറ്റ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, ദ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടേഴ്സ് മെമ്മറി പ്രോസസ്സസ് ആൻഡ് ഹിസ് ഹാർഡ്വെയർ ഈസ് കോൾഡ്. ഏതാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടറിന്റെ മെമ്മറി മാനേജ് ചെയ്യുക, പ്രോസസ് ചെയ്യുക, ഹാർഡ്വെയർ ഒക്കെ മാനേജ് ചെയ്യുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ക്യാൻ ബി പെർഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റുകളുടെ സഹായത്തോടെ താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്? മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, അനലൈസിംഗ് ഡേറ്റ, പെർഫോമിംഗ് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ. ഇത് മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, അനലൈസിംഗ് ഡേറ്റ, പെർഫോമിംഗ് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ്. രേഖകൾ സൂക്ഷിക്കുക, രേഖകൾ വിശകലനം, ഡേറ്റ വിശകലനം ചെയ്യുക, സാമ്പത്തിക കണക്കുകൂട്ടലുകൾ നടത്തുക. ഇതൊക്കെ സ്പ്രെഡ്ഷീറ്റിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ അൺലോഫുൾ ആക്ടിവിറ്റി വെയർ ഫേക്ക് വെബ്സൈറ്റ്സ് ഓർ ഇമെയിൽസ് ദാറ്റ് ടുക്ക് ഒറിജിനൽ ഓർ ഒതന്റിക് ആർ presented to the user to fraudulently collect sensitive and personal details, particularly username, passwords, banking and credit card detail. അത് പറയുമ്പോൾ തന്നെ കിട്ടിക്കാണും. സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഇല്ലേ, പ്രത്യേകിച്ച് ഉപഭോക്തൃ നാമം, പാസ്വേഡ്, ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശമൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വഞ്ചനാപരമായ രീതിയിൽ ശേഖരിക്കുന്നതിനായി വ്യാജ വെബ്സൈറ്റുകളോ യഥാർത്ഥമോ ആധികാരികമോ ആയ ഇമെയിലുകളോ ഉപഭോക്താവിന് മുന്നിൽ അവതരിപ്പിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? ഫിഷിംഗ് ആണ്. ഫിഷിംഗ്. അടുത്ത ചോദ്യം, വിച്ച് among the following was established under IT Act 2000 to resolve disputes arising from the law. തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി 2000 IT ആക്ട് പ്രകാരം സ്ഥാപിച്ചത് ഏതാണ്? സൈബർ ആപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. സൈബർ ആപ്പലേറ്റ് ട്രൈബ്യൂണൽ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ഇൻ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് ഏതാ? മാൻ ആണ്. മാൻ. എ ഡാഷ് ഈസ് എ പാസേജ് ടു കണക്ട് ടു നെറ്റ്വർക്ക്സ് ടുഗെദർ ദാറ്റ് മേ വർക്ക് അപ്പോൺ ഡിഫറെന്റ് നെറ്റ്വർക്കിംഗ് മോഡൽസ്. അതായത് രണ്ട് നെറ്റ്വർക്കുകളെ വ്യത്യസ്തമായ നെറ്റ്വർക്കിംഗ് മോഡലുകളിൽ പ്രവർത്തിക്കാൻ ഇടയുള്ള രണ്ട് നെറ്റ്വർക്കുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന പാസേജ് ഏതാണ്? ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ. അടുത്ത ചോദ്യം, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് HTML ടാഗ്സ് ഫോർ സ്റ്റാർട്ടിംഗ് എ വെബ് പേജ്. ഒരു വെബ് പേജ് ആരംഭിക്കുന്നതിനുള്ള HTML ടാഗുകളുടെ ശരിയായ ക്രമം ഏതാ? HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി. ഇങ്ങനെ വേണം ആ ഒരു അറേഞ്ച്മെന്റ് വരാൻ. HTML, പിന്നെ ഹെഡ്, പിന്നെ ടൈറ്റിൽ, പിന്നെ ബോഡി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പോപ്പുലർ സെർച്ച് എഞ്ചിൻ. ഇനി പറയുന്നവയിൽ ഏതാണ് പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ? ഗൂഗിൾ ആണ്. ഗൂഗിൾ. ഓക്കെ. അപ്പൊ 20 ചോദ്യങ്ങളാണ് GK ആൻഡ് IT ആൻഡ് സൈബർ ലോ വിഭാഗത്തിൽ നിന്നും ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് മിക്കതും കിട്ടിക്കാണും എന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. റിനൈസൻസ് ആണ് അവർക്ക് സിലബസിൽ കൊടുത്തിരുന്നത്. റിനൈസൻസും പിന്നെ IT ആൻഡ് സൈബർ ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം. ഇങ്ങനെ റീസെന്റ് ആയിട്ട് നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.